UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും യോഗങ്ങളെന്ന് പറയുമ്പോൾ അതിന് ഒരു കല്യാണത്തിൻ്റെ പ്രതീതിയാണ്. എല്ലാവരും അലക്കി തേച്ച കുപ്പായമിട്ട് വരുന്നു, ആശ്ലേഷിക്കുന്നു, പിന്നെ വരനെത്തുന്നു. കല്യാണ മണ്ഡപത്തിലും സദസ്സിലും എല്ലാ നിറയെ ആളുകളും. ഇതാ കണ്ടു നോക്ക്, ശരിയല്ലേന്ന്. ഹലോ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ വരാ വന്നേ പറയാം. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. അയ്യോ പേടിക്കണ്ട, ധൈര്യം തരാനല്ലേ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത്. അല്പം ധൈര്യം ആകാമല്ലോ അല്ലേ? എന്ത് സ്മോള്? അയ്യോ വേണ്ട, ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട്. അല്പസ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ? അയ്യോ ഞാൻ ഭൂമിയൊക്കെ ഇങ്ങോട്ട് വിടാം, ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട. വേണ്ടാന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോവും. പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കും. ചെല്. എന്താ ഒരു പ്രശ്നമുണ്ട്? അയ്യോ ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ? നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം, പേടിച്ചിട്ടാണ്. വയറിന് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന്. അയ്യേ, ഈ സമയത്താണ് വൃത്തികളൊക്കെ പോകുന്നത്. ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയിടാവുന്നത്. ചേട്ടൻ അയാൾക്ക് ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നിനക്കൂടെ? ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ്. അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന്. ചേട്ടൻ ആ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റിയേ. പിന്നെ പയ്യൻ വേണ്ടാന്നേ പറയും, പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം. ചെല്. ഇത് വലിയ കഷ്ടമാണ്. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ? മണവാളന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? ഞാനവനെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. അവനവിടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നാ നിങ്ങൾ സംസാരിച്ചു നോക്ക്. ഞാൻ തന്നെ കക്ഷിയെ വിളിച്ചാ കസേരയിൽ ഇരുത്തിക്കോളാം. മോതിരടുത്തല്ലേ? ചെറുക്കന് കൂട്ടിലെത്തി. ഞാൻ കണ്ടു. കണ്ടോ? കണ്ടല്ലേ? എപ്പ കണ്ടു? എന്തിനാ കുട്ടികളെ അകന്ന് നിൽക്കുന്നത്? നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ? ഓ, മേഡ് ഫോർ ഈച്ച് അതർ. ഇങ്ങനെ കല്യാണം കൂടുമ്പോൾ ഒരാൾ അവിടെ കിടക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ആ ലോ കോളേജിന് മുന്നിൽ നമ്മുടെ മുരളീധരൻ 6 ദിവസമായി ഉണ്ണാവൃതം ഇരിക്കുകയാണ്. ആ പാവം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ആ വഴിക്കൊക്കെ ഒന്ന് പോയി നോക്കണം. പ്രിൻസിപ്പൽ സെക്രട്ടറി സൈറ്റ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതാണ് പറയുന്നത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ കാണുന്നത് റവന്യൂ സെക്രട്ടറിയുടെ മേലെ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം ഉണ്ടെന്നാണ്. അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, എനിക്ക് വിശക്കടൂ. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ചോളമ്പി തരാൻ. ശവത്തി കുത്തരുത് ജഡ്ജിയമ്മാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. എന്നതൊരു തെറ്റാ? അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഇവിടെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ് ഹോട്ടലും, ആ ഹോട്ടലിൽ ഇവിടെ കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുത്ത സ്ഥലത്ത് ഈ ഡയറക്ടർമാർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതെല്ലാം വ്യക്തമാണ്. അതുകൊണ്ട് ഇനി പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റിപ്പോർട്ട് കൊടുത്താൽ അതിന് അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള നടപടികൾ കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യും. ഈ നാട്ടിൽ കോടതിയൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല, ഇതിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെ ഇതിൽ ചേർക്കാനും അങ്ങനെ ഇത് പാർട്ടി കോളേജാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അതിന് എന്ത് വില കൊടുത്തും ചെറുക്കും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മത്തങ്ങ തലയാന്ന് വിളിച്ചില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഇവിടെ ഒരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. ഞാൻ കാറും വീടും മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പൊടി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഈ മൂദേവി നോക്ക് നോക്ക് നോക്ക്, മൂത്തോക്ക് നോക്ക്. പ്രിൻസിപ്പളിൻ്റെ രാജി വരെ ഈ നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകും. എന്ത് തടസ്സം പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും ഒരിക്കലും അറസ്റ്റിന് വഴങ്ങുകയോ അല്ലെങ്കിൽ നിരാഹാരം അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പ്രിൻസിപ്പലിനോടുള്ള ഒരു വിധേയത്വം ഇത് അനുവദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് വിശക്കടൂ.
7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. എന്തായാലും മുരളീധരൻ നിരാഹാരം തുടങ്ങാൻ തിരഞ്ഞെടുത്ത സമയം ബെസ്റ്റ് സമയമാണ്. ഒരു മാസത്തിലേക്ക് കടക്കുന്ന സമരം ഇന്നോ നാളെയോ അവസാനിച്ചാൽ ക്രെഡിറ്റ് മുരളിക്കായല്ലോ. അച്ഛൻ എഴുതി കൊടുത്ത ഭൂമി മകൻ തിരിച്ചു പിടിച്ച് ലോക റെക്കോർഡിടുന്ന ഒരു സമരം ഇതോടെ ലോ സമരമാകും. വീണ്ടും ഇടവേളയാണ്. അത് കഴിയുമ്പോൾ ആരോഗ്യമന്ത്രിയെ കെട്ടിയിട്ട മുതുകാട്.